അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് തുറക്കുന്നതിനായി ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും പ്രതീകാത്മകമായി മനുഷ്യച്ചങ്ങല തീർക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇറാൻ. ആഗോള ഷിപ്പിംഗ് പാതയായ ഹോർമുസ് കടലിടുക്ക് ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 5:30 മുമ്പ് തുറന്നില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണി നിലനിൽക്കെയാണ് പുതിയ നീക്കം. കായിക താരങ്ങൾ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ എന്നിവരടങ്ങുന്ന ഇറാനിയൻ യുവജനതയോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് സമീപം ഒത്തുചേരാൻ ഇറാൻ കായിക യുവജന മന്ത്രാലയം നിർദ്ദേശിച്ചു. യുവജനങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു പ്രതിഷേധം ആസൂത്രണം ചെയ്തതെന്ന് ഇറാൻ യുവജനകാര്യ ഡെപ്യൂട്ടി അലി റേസ റഹീമി പറയുന്നു. സർവകലാശാല വിദ്യാർത്ഥികളും കലാകാരന്മാരും വിവിധ യുവജന സംഘടനകളും മുന്നോട്ട് വച്ച ഈ ആശയത്തെ തിളക്കമാർന്ന ഭാവിക്ക് വേണ്ടിയുള്ള ഇറാനിയൻ യുവതയുടെ മനുഷ്യ കവചം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ ഐക്യവും നിശ്ചയദാർഢ്യവും പ്രതിഫലിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള യുവജനങ്ങളുടെ പ്രതിബദ്ധതയുടെ അടയാളമായി ഈ മനുഷ്യകവചം മാറുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിൻ്റെ കരുത്ത് പ്രകടിപ്പിക്കാനാണ് ഈ നടപടിയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം പറഞ്ഞ സമയത്തിന് മുമ്പ് സമാധാന കരാറിലെത്തിയില്ലെങ്കിൽ രാജ്യം മുഴുവൻ ബോംബിട്ട് തകർക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയത്. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. ആക്രമണത്തെ പവർ പ്ലാന്റ് ഡേ എന്നും ബ്രിഡ്ജ് ഡേ എന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം നടന്നാൽ രാജ്യം പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ആക്രമണങ്ങളിൽ ഇറാനിലെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കകളെ ട്രംപ് തള്ളിക്കളഞ്ഞു. ഭരണകൂടത്തെ എതിർക്കുന്ന ഇറാൻ ജനത അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളെ പിന്തുണയ്ക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് യുദ്ധക്കുറ്റം ആകുമെന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുമ്പോഴും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒരു ജനത എങ്ങനെയാണ് തങ്ങളുടെ മാതൃഭൂമിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഇറാൻ. ഏപ്രിൽ 7 രാത്രിയോടെ ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനം നിലനിൽക്കെ തോക്കുകൾക്കോ മിസൈലുകൾക്കോ തകർക്കാൻ കഴിയാത്ത മനുഷ്യ കവചം തീർത്ത് പ്രതിരോധിക്കുകയാണ് ഇറാനിയൻ യുവാക്കൾ. ഇത് ഞങ്ങളുടെ മണ്ണാണ്, ജീവൻ കൊടുത്തും ഇത് ഞങ്ങൾ സംരക്ഷിക്കും എന്ന ഇറാനിയൻ ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അമേരിക്കയുടെ ആയുധക്കരുത്ത് വിജയിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിയൻ ജനതയെ ഭയപ്പെടുത്തുന്ന അമേരിക്കയ്ക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധം ഉയരുക തന്നെ ചെയ്യും. അധിനിവേശ രാഷ്ട്രീയത്തിനെതിരായ ഇറാൻ്റെ ശക്തമായ ഈ പ്രതിരോധം ലോകം എക്കാലവും ഓർമ്മിക്കുകയും ചെയ്യും. ഓരോ ഇറാൻ പൗരനും ഇന്ന് ലോകത്തിന് മുന്നിൽ ചെറുത്തുനിൽപ്പിൻ്റെ പുതിയൊരു പ്രതീകമായി മാറുകയാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മറുപടിയായി ഇറാൻ ഉയർത്തുന്ന ഈ മനുഷ്യച്ചങ്ങല തകർക്കാൻ ഒരു ആയുധങ്ങൾക്കും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.